ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ RBSന്റെ ഒരു സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതും വിത്തൗട്ട് HRA ആണ് നിങ്ങൾ കാണുന്ന സാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ HRA കൂടി വരുമ്പോഴത്തേന് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ RBIയുടെ സൈഡിൽ നിന്ന് എല്ലാ വർഷവും നിങ്ങൾക്കറിയാം 2 നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്ന് RBI അസിസ്റ്റന്റും അതുപോലെ തന്നെ RBIയുടെ ഗ്രേഡ് ബി. അപ്പോൾ ഇതിലെ RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, RBI അസിസ്റ്റന്റ് എക്സാം എല്ലാ വർഷവും വിളിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ ലാസ്റ്റ് ഇയർ നമുക്ക് അത് വിളിക്കും എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ആ ഒരു എക്സാം കഴിഞ്ഞ വർഷം വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ വർഷം വിളിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് വരികയും ചെയ്യും. ആൻഡ് നമുക്ക് കഴിഞ്ഞ വർഷം വിളിക്കാത്ത കാരണം ഈ വർഷം വിളിക്കുന്ന സമയത്ത് നമ്മുടെ വേക്കൻസീസ് എന്താവാൻ സാധ്യതയുണ്ട്, കൂടുതൽ വരാനും സാധ്യതയുണ്ട്. മേ ബി കഴിഞ്ഞ വർഷം വിളിക്കാത്തത് നമുക്ക് വേക്കൻസീസ് വളരെ കുറവായിരുന്നുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ബിക്കോസ് ഈ ഒരു എക്സാമിന് വിളിക്കുന്ന സമയത്ത് തന്നെ വളരെ കുറച്ച് വേക്കൻസിക്കാണ് ഓൾറെഡി വിളിക്കുന്നത്. RBI അസിസ്റ്റന്റ് എക്സാംസിനൊക്കെ വിളിക്കുമ്പോൾ വളരെ കുറച്ച്, ഇപ്പോൾ നമ്മുടെ കേരള സോൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം RBI സോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ചിലപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് 36 വേക്കൻസി വരത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഓൾ ഇന്ത്യ എടുക്കുന്ന സമയത്തും വളരെ കുറച്ച് വേക്കൻസിക്കാണെങ്കിൽ വിളിക്കുന്നത്. ലൈക്ക് ഒരു 400 തൊട്ട് 500 വേക്കൻസിയൊക്കെ മൊത്തത്തിൽ ഓൾ ഇന്ത്യ ചിലപ്പം കാണത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം മേ ബി വേക്കൻസി വളരെ കുറവായതുകൊണ്ടായിരിക്കണം വിളിക്കാതിരുന്നത്. സോ ആ ഒരു വേക്കൻസി കൂടി ചേർത്ത് ഈ വർഷം നമുക്ക് ആ ഒരു RBI ഗ്രേഡ് ബി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, RBI ഗ്രേഡ് ബി എക്സാം നമുക്ക് എല്ലാ വർഷവും വിളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. RBI അസിസ്റ്റന്റ് എക്സാമിന് നമുക്ക് ഈ വർഷം വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് ഈ വർഷം ഇനി വിളിക്കത്തില്ലായിരിക്കും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഈ വർഷം നമുക്ക് വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഉറപ്പായിട്ടും വിളിക്കുക ആക്ച്വലി. ആൻഡ് അതിന് കൂടാതെ തന്നെ വേക്കൻസിയും കൂടുതലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ SBIയുടെ ക്ലർക്ക് നിങ്ങൾ നോക്കിയാൽ മതി. SBIയുടെ ക്ലർക്കിൻ്റെ എക്സാംസ് കഴിഞ്ഞ വർഷം വിളിക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ഒരുപാട് പേര് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു വേക്കൻസീസ് ആ എക്സാം ഉറപ്പായിട്ടും വിളിക്കും, ഒരു ഡൗട്ടും ഇല്ല, എക്സാം വിളിക്കും. ആൻഡ് വിളിക്കുന്ന സമയത്ത് ലേറ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ വേക്കൻസീസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പറഞ്ഞ പോലെ തന്നെ 8,000 വേക്കൻസിക്ക് മാത്രം എല്ലാ വർഷവും വിളിക്കുന്ന SBI ക്ലർക്ക് ഈ വട്ടം വിളിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു വേക്കൻസീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 14,000 വേക്കൻസീസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ഇരട്ടി കൂടുതൽ വേക്കൻസീസിനാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷം എക്സാം നടന്ന സമയത്ത് കട്ട് ഓഫ് എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ RBI അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന വർഷം RBI അസിസ്റ്റന്റ് ഉറപ്പായിട്ട് വിളിക്കുകയും ചെയ്യും. ആൻഡ് നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി വേക്കൻസീസ് മേ ബി എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വിളിക്കത്തില്ലായിരിക്കും എന്ന് വിചാരിക്കില്ല, ഉറപ്പായിട്ട് വിളിക്കും. ആൻഡ് ഈ വട്ടം അത് വിളിക്കും. നിങ്ങൾക്ക് വേക്കൻസീസും ചിലപ്പോൾ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വിളിക്കത്തിലായിരിക്കും എന്ന് വെച്ച് നിർത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ RBI അസിസ്റ്റന്റിനെ കുറിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ലാസ്റ്റ് വെബിനാർസിലും യൂട്യൂബ് സെഷൻസിലൊക്കെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇതേ RBI അസിസ്റ്റന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു RBI നമ്മുടെ ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഡ്രീമാണ് എങ്ങനെയെങ്കിലും RBIയിൽ എത്തണം എന്നുള്ളത്. ഇനി RBI കിട്ടാത്തവരോ അല്ലെങ്കിൽ RBI കിട്ടാൻ പാടുള്ളവരോ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്, SBI നോക്കുന്നതും പിന്നെ അതിൻ്റെ താഴെയുള്ളതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു RBIയുടെ എക്സാംസ്, അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഹ്യൂജ് സാലറിയാണ് വരുന്നത്. ലൈക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സാധാരണ ക്ലർക്കിന് കിട്ടുന്ന സാലറീസ് എന്ന് പറയുന്നത് നമ്മുടെ SBI ആയാലും ശരി ബാക്കിയുള്ള ബാങ്ക് എക്സാംസിനൊക്കെ വഴി ക്ലർക്ക് ആവുന്നവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 37,000 42,000 ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ RBI വരുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 48,000 ആണ് വരുന്ന സാലറി എന്നത്. 48,000 അത് ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് കൂടത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ HR കൂടിയൊക്കെ വരുമ്പോൾ പിന്നെ അത് 50,000 മേളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒക്കെ വരുമ്പം നമുക്ക് ഈ പറയുന്ന ഒരു നമ്മുടെ ബാക്കിയുള്ള എക്സാംസിലേക്കൊക്കെ വരുമ്പം അവിടെ ഒരു ഓഫീസറിന് കിട്ടുന്ന പേ എന്താണോ അതിനേക്കാളും കുറച്ചുകൂടി കുറവാണ് ഇവിടെ കിട്ടുന്ന ഒരു അസിസ്റ്റന്റ് ആ ഒരു സാലറി എന്ന് പറയുന്നത്. അത് കൂടാതെ RBI ഗ്രേഡ് ബി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാം സാലറി 1 lakhന്റെ മേളിലാണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ബാങ്കിൻ്റെ ക്ലർക്കും RBIയുടെ ക്ലർക്കും തമ്മിലുള്ള സാലറിയുടെ ഒരു വ്യത്യാസം തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ് RBI അസിസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് ഇൻ ജനറൽ പറയുവാണെങ്കിൽ ഇൻ ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പോസ്റ്റ്, നമ്മുടെ ക്ലർക്കൽ പോസ്റ്റ് ആണെന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി വിളിക്കുന്ന വേക്കൻസി 400 to 600 വേക്കൻസിക്കാണ് യൂഷ്വലി ഇൻ ജനറൽ വിളിക്കുന്നത്. പക്ഷേ ഈ വട്ടം ഇനി 2025 വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റേഞ്ച് എന്തായാലും കാണുമെന്ന് പറയാം. ആൻഡ് ഇതിനേക്കാളും കൂടുതൽ കാണുമായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇതിപ്പം ഒരു എന്താ പറയുക അപ്രോക്സിമേറ്റ് ആയിട്ട് സാധാരണ വിളിക്കുന്ന ഒരു വേക്കൻസിയുടെ റേഞ്ച് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക്
അറിയാൻ പറ്റില്ല എക്സാക്ട്ലി എത്ര ഉണ്ടെന്ന്, പക്ഷേ ജനറലി വിളിക്കുന്ന ഒരു 400 തൊട്ട് 600 ഇടയ്ക്കാണ് വിളിക്കുന്നത്. ഇനി നമുക്കവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്, പിന്നെ അതുകൂടാതെ ലാംഗ്വേജ് പ്രൊഫഷൻസി, ബിക്കോസ് ക്ലർക്കൽ പോസ്റ്റ് ആണ്, അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതാത് സ്റ്റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ സ്റ്റേറ്റിന്റെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ വേക്കൻസി കുറവാണ് എന്ന് വിചാരിച്ച് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, RBI ആണ് നമ്മുടെ സാധാരണ ബാങ്ക്സ് പോലെ എല്ലാ മുക്കിനും മൂലയിലും ജംഗ്ഷനിലുള്ള ഒരു ബാങ്ക് അല്ല RBI എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ മാത്രമേ RBI കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് അവിടെ എന്തായിരിക്കും, ഉറപ്പായിട്ടും കുറവായിരിക്കും. ആൻഡ് വേക്കൻസി കുറവാണെങ്കിലും ഈ പറയുന്ന പോലെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പം കട്ട് ഓഫ് എന്ത് ചെയ്യും, കുറച്ച് കൂടുതലായിരിക്കും വരുന്നത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ ചോദിക്കുന്ന എക്സാംസ് പാടല്ല. ഒരുപാട് പേരും പറയുന്നുണ്ട് എക്സാംസ് പാടല്ല. എക്സാംസ് എളുപ്പം തന്നെയാണ്, യൂഷ്വൽ ബാങ്ക് എക്സാം, ക്ലർക്കൽ എക്സാം പോലെ ഉള്ളൂ. പക്ഷെ അവിടെ വേക്കൻസീസ് വളരെ കുറവായിട്ടും കാൻഡിഡേറ്റ്സ് വളരെ കൂടുതലായതുകൊണ്ടും നമുക്ക് അവിടെ ഈ പറയുന്ന കട്ട് ഓഫ് എന്ത് ചെയ്യുക ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല. എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മുടെ SBI PO പോലെ തന്നെ അവിടെ വേക്കൻസീസ് കുറവാണ്. SBI PO കട്ട് ഓഫ് വരുന്നത് നിങ്ങൾക്കറിയാം 65, 60, 58 വരുന്നത്. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇവിടെയും വരണ്ടേ. പക്ഷെ ഇവിടെ ഈ പറയുന്ന 100, 94, 95 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നെങ്കിൽ ആ എക്സാം എളുപ്പമായോണ്ടല്ലേ, അത്രയും എഴുതാൻ പറ്റുന്നോണ്ടല്ലേ ആ കട്ട് ഓഫ് വരുന്നത്. സോ എക്സാം പാടാണ് എന്ന് ഒരിക്കലും വിചാരിക്കില്ല. നമുക്കവിടെ ഉറപ്പായിട്ടും ഒരു നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, നല്ല ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം സമയം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അത്യാവശ്യം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് RBSന്റെ. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷന് 50% മാർക്ക് വേണം. ഈ പറയുന്ന പോലെ ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അൺറിസർവ്ഡിനും OBCക്കും അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 20 to 28 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ജനറൽ കാറ്റഗറിക്കാണ് ഏജ് ലിമിറ്റ് 28 ഇയേഴ്സ് എന്ന് പറയുന്നത്. OBC SC ST ആണെങ്കിൽ യൂഷ്വൽ ഉള്ള റിസർവേഷൻ, OBC ആണെങ്കിൽ 3 ഇയേഴ്സും SC ST ആണെങ്കിൽ 5 ഇയേഴ്സിന്റെ റിസർവേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ RBSന്റെ ഒരു സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതും വിത്തൗട്ട് HRA ആണ് നിങ്ങൾ കാണുന്ന സാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ HRA കൂടി വരുമ്പോഴത്തേന് പിന്നെ അത് 50,000 ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സാലറി. പക്ഷേ ഇനി മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം ആ സാലറീസ് കൂടുമ്പോഴത്തേക്കും പിന്നെയും ആ സാലറി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു സാധാരണ ബാങ്കിന്റെ ക്ലർക്കിന് കിട്ടുന്ന സാലറിയും ഈ ഒരു സാലറി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇനി ഇതിന്റെ എക്സാമിന്റെ പാറ്റേണിലേക്ക് വന്നാൽ നമുക്കിവിടെ RBI അസിസ്റ്റന്റ് ഒരു പ്രിലിംസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ ബാക്കിയുള്ള സാധാരണ ബാങ്ക് എക്സാംസിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ പോലെ ഉള്ളൂ. നമ്മുടെ SBI ക്ലർക്കായാലും അതുപോലെ തന്നെ നമ്മുടെ IPS ക്ലർക്കായാലും ഒക്കെ എങ്ങനെയാണോ എക്സാമിന്റെ പാറ്റേൺ വരുന്നത് അതേപോലെ ഉള്ളൂ. അതിന്റെ സിലബസും എക്സാക്ട്ലി സെയിം ആണ്. നമ്മുടെ അതേ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇംഗ്ലീഷിന്റെ 30യും ബാക്കിയുള്ള 2 ഏരിയസിൽ നിന്ന് 35 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. മാർക്ക് 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ അത്രയും തന്നെ മാർക്ക് വരും. ആൻഡ് നമുക്ക് ഇവിടെ എന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗ് ബാക്കിയുള്ള ബാങ്ക് എക്സാംസിനൊക്കെ ഉള്ള പോലെ തന്നെ സെക്ഷണൽ ടൈമിംഗ് 20 മിനിറ്റ് എന്നുള്ള സെക്ഷണൽ ടൈമിംഗ് നമുക്ക് ഇവിടെയുണ്ട്. സോ മൊത്തം 100 ക്വസ്റ്റ്യൻ, നമുക്ക് 100 മാർക്ക് ആൻഡ് 60 മിനിറ്റ് ആണ് ഓവറോൾ എക്സാം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രിലിംസിന്റെ പാറ്റേൺ. ഓൾറെഡി ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് ഓൾറെഡി ഈ ഒരു പാറ്റേണിനെ കുറിച്ച് ഒരു ഫെമിലിയർ ആയിരിക്കും. ഇനി ഇതിന്റെ മെയിൻസിന്റെ പാറ്റേൺ കൂടി നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി നമുക്ക് നോക്കാം. മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ റീസണിങ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് മൂന്ന് നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസിനൊക്കെ ഉണ്ട്. അതുകൂടെ ജനറൽ അവയർനെസ് നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസിന്റെ മെയിൻസിനൊക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ഇത് എക്സ്ട്രാ ആണെന്ന് പറയും. ബിക്കോസ് നിങ്ങൾക്കറിയാം ഇത് നമുക്ക് ചോദിക്കുന്നത് RRB നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാംസിന് മാത്രമേ ഈ കമ്പ്യൂട്ടർ നോളജിന്റെ ക്വസ്റ്റൻസ് വരാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസിനാണ് അത് വരുന്നത്. ഇനി ഈ ക്വസ്റ്റൻസിന്റെ കൗണ്ട് നിങ്ങൾ കാണാൻ പറ്റും. 200 ക്വസ്റ്റൻ ആണ്. എല്ലാ ക്വസ്റ്റിനും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. 200 മാർക്കിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അവിടെയും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ സെക്ഷണൽ ടൈമിംഗ് കാണാൻ പറ്റും. ആൻഡ് ഓവറോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 1 മണിക്കൂർ 135 മിനിറ്റ്സിലാണ് നമുക്കത് കണ്ടക്ട് ചെയ്യുന്നത്. 135 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2.25 മണിക്കൂറിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 2 hour 15 മിനിറ്റ്സിലാണ് നമുക്ക് ആ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 135 മിനിറ്റ്സിൽ. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിലിംസും മെയിൻസിന്റെയും പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. ബിക്കോസ് നമ്മളിപ്പം അസിസ്റ്റൻസ് ആണ്. സോ വർക്ക് ചെയ്യുന്ന അതാത് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അസിസ്റ്റൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് അവിടുത്തെ ആ റീജിയണൽ ലാംഗ്വേജ് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. സോ ആ റീജിയണൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. സോ ദ കാൻഡിഡേറ്റ് പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റഡ് ഫ്രം ദി മെയിൻസ് ഓൺലൈൻ എക്സാമിനേഷൻ will have to undergo a language proficiency test. The language proficiency test will be conducted in official local language of the state concerned. Candidate not proficient in the official local language shall be disqualified. അപ്പം ആ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പ്രൊഫഷൻ്റ് അല്ലെങ്കിൽ ആളെ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് ക്ലിയർലി അവിടെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്ന ലൈൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ക്ലിയർലി അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിലിംസ്, മെയിൻസ് ആൻഡ് അതുകൂടാതെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ് വരുന്നത്. നമുക്കവിടെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് അവിടെ ഇല്ല. ഇനി സിലബസ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പ്ലാൻ ഉള്ളവർ അതിന്റെ സിലബസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഉറപ്പായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ സിലബസ് ആണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഇനി പ്ലാൻ ഉള്ളവർ, ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ ഇനി പ്രിപ്പയർ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെക്കാം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി, സിലബസിന് വേണ്ടി. ഇനി നമ്മുടെ കട്ട് ഓഫ് കൂടി നമുക്ക് നോക്കിയേക്കാം. ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് 2023-2024 വിളിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പ്രിലിമിനറി എക്സാംസിൻ്റെ ആ ഒരു കട്ട് ഓഫ് ആണ് കാണിക്കുന്നത്. അത് ഓഫീസ് വൈസ് കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ്സ് ആണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും SC, ST, OBC, EWS ജനറലും. ഇനി ജനറലിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റിനെയും കട്ട് ഓഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ ലാസ്റ്റ് തിരുവനന്തപുരം ആൻഡ് കൊച്ചിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറി വരുമ്പോഴത്തേന് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര വന്നിരിക്കുന്നത് 95.25 ആണ് നിങ്ങൾക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 100. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ കട്ട് ഓഫ് ഉറപ്പായിട്ടും കുറച്ച് കൂടുതലായിരിക്കും. ബിക്കോസ് വേക്കൻസീസ് എന്താണ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം എളുപ്പമാണെങ്കിലല്ലേ ഇത്രയും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റൂ. എക്സാം ടഫ് ആണെങ്കിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് എടുത്തൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസിൻ്റെ, ക്ലർക്കൽ എക്സാംസിൻ്റെ ഒരു ക്വസ്റ്റൻസിൻ്റെ ലെവൽ എന്താണോ അതേ ലെവലിലാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സ് വളരെ കൂടുതലായിരിക്കും. വേക്കൻസി വളരെ കുറവായിരിക്കും. നിങ്ങൾക്കറിയാം സാധാരണ ഇപ്പം SBI ക്ലർക്ക് വിളിക്കുമ്പോൾ 8000 വേക്കൻസിയാണ് വിളിക്കുന്നത്. ഇവിടെ ഇത് വിളിക്കുന്ന സമയത്ത് 500 വേക്കൻസിയാണ് വിളിക്കുന്നത്. ഉറപ്പായിട്ട് ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ കട്ട് ഓഫിൽ ഇത്രയും ഒരു വ്യത്യാസം വരുന്നതെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു RBSനിലേക്ക് വരുമ്പം അവർക്ക് വരുന്ന ആ ഒരു ബേസിക് സാലറി 20,700 പെർ മന്ത് ആണ്. അതിനുശേഷം ബാക്കിയുള്ള അലവൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 48,000 റേഞ്ചിലുള്ള ഒരു സാലറി വരുന്നത്. സോ ബാക്കി അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിയറൻസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ്, HRA നമ്മളത് ആഡ് ചെയ്യാതാണ് 48 കണ്ടത്. HRA കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 48,000 മേളിലായിരിക്കും. പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് അവിടെ ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡാറ്റ എൻട്രി ചെയ്യുക, അതുപോലെ ഇമെയിൽസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ ITR ക്വാറീസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള സർക്കുലേഷനിലും ഹാൻഡ്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബാങ്കിങ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുക, ട്രഷറി വർക്ക് കാണും ഗവൺമെന്റിന്റെ, അതേപോലെ ഹയർ അതോറിറ്റീസ് തരുന്ന വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് വേരിയസ് റീജിയണൽ ഓഫീസ് ഓഫ് RBI ആണ്. അതായത് സ്റ്റേറ്റ് ക്യാപിറ്റലിലുള്ള ഓഫീസുകളിലേക്കാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി ബാക്കി ഇവിടെ വരുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ RBI അസിസ്റ്റന്റ് സാലറി ബെനിഫിറ്റ്സ്, അതുകൂടാതെ എക്സ്ട്രാ വരുന്ന ബെനിഫിറ്റ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്, ലീവ് പോളിസീസ് ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുള്ളത് അത് അവിടുന്ന് വായിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ബെനിഫിറ്റ്സ് കൂടാതെ പിന്നെ ട്രാവൽ അലവൻസുകളുണ്ട്, ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. എന്താ പറയുക, കുറഞ്ഞ ഇൻട്രസ്റ്റ് ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. സോ അത് നിങ്ങൾക്കറിയാം. അതൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവിടെ RBI എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ സാധാരണ ബാങ്ക് പോലെ ഒരുപാട് പബ്ലിക് വന്നു പോകുന്ന ഒരു ബാങ്ക് അല്ല. നിങ്ങൾക്കറിയാം സാധാരണ ബാങ്ക് പോലെ. അപ്പോൾ അവിടെ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒരുപാട് വരാറില്ല. നമ്മുടെ ഈ പറയുന്ന വർക്ക് ലൈഫ് ബാലൻസ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു വർക്കിംഗ് ഹവേഴ്സ് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കൂടി ഒരു ജോബാണ് നമ്മുടെ RBI അസിസ്റ്റന്റ് ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം. ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് ജോബ് സെക്യൂരിറ്റി എന്തായാലും കാണും. ഇത് കൂടാതെ പിന്നെ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം വെഹിക്കിളിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള എക്സ്പെൻസ് കിട്ടും, ന്യൂസ് പേപ്പർ അലവൻസ് ഉണ്ട്, ബ്രീഫ് കേസ് അലവൻസുകളുണ്ട്, മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ബെനിഫിറ്റ്സ്, എക്സ്ട്രാ ബെനിഫിറ്റ്സും നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു RBI അസിസ്റ്റന്റ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കഴിഞ്ഞ വർഷത്തെ എക്സാംസിന് കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് തന്നെ ഈ വർഷം ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നുള്ളതൊന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. യൂഷ്വലി അതിന് മുമ്പത്തെ വർഷം 2023 വിളിച്ച സമയത്ത് അറൗണ്ട് ഒരു സെപ്റ്റംബർ ആ സമയത്താണ് വിളിച്ചത്. സോ ഈ വർഷം അത് സെപ്റ്റംബർ ആയിരിക്കണം ഒരു നിർബന്ധമില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് ഈ വർഷം മേ ബി നേരത്തെ വിളിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒട്ടും ലാഗ് ആക്കല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ഉള്ളവർ ആൻഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നല്ലപോലെ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്കോർ കൺസിസ്റ്റന്റ് 95യുടെ മുകളിൽ വരുന്ന വരെ കൺസിസ്റ്റന്റ് ആയിട്ട് മോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മോക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവർ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർ നിങ്ങൾ ഒട്ടും ലേറ്റ് ആയി പോയെന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ എപ്പം വരും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ 2023 വെച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും വരുന്നത്. പക്ഷേ ഉറപ്പില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ലപോലെ എത്രയും പെട്ടെന്ന് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സെപ്റ്റംബറിലാണ് വരുന്നെങ്കിൽ ഇനി ഒരുപാട് സമയമുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇവിടെ ഒരു പ്രൊമോഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു RBI അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പ്രൊമോഷൻ വഴി എവിടെ വരെ എത്താൻ പറ്റും
പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ RBSN ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് പിന്നെ അവിടെ വരുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റന്റ് ആവാം, അസിസ്റ്റന്റ് മാനേജർ ആവാം, മാനേജർ, അതിനുശേഷം അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ ആൻഡ് ചീഫ് ജനറൽ മാനേജർ. അപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് പിന്നെ നമ്മളുടെ ആ ഒരു എഫിഷ്യൻസി അനുസരിച്ചും നമുക്ക് ഈ പറയുന്ന പോലെ ടെസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ ഈ പ്രൊമോഷൻസ് വിത്ത് ടൈം പ്രൊമോഷൻസും എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ പറയുന്ന റീച്ച് ചെയ്യണമെങ്കിൽ എവിടെ വരെ റീച്ച് ചെയ്യാം? നമ്മുടെ ചീഫ് ജനറൽ മാനേജർ, നമ്മുടെ RBIയിലെ ചീഫ് ജനറൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് വരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക്. സോ ഇതാണ് അവിടെ വരുന്ന പ്രൊമോഷൻ ഹയറാർക്കി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ RBISനകത്ത് വരുന്ന മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ആൻഡ് നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു വർഷം സമയം എടുത്ത് വളരെ പതുക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ, ആ 2026 വരാൻ പോകുന്ന എക്സാംസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഈ വർഷത്തെ എക്സാംസ് നോക്കുന്നില്ല, അടുത്ത വർഷത്തെ എക്സാംസ് ഒക്കെ നോക്കാം എന്നുള്ള രീതിയിൽ വളരെ ഒരു വർഷം സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു RBI എക്സാംസിന് വേണ്ടി മാത്രമല്ല, ബിക്കോസ് ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ട് തന്നെ RBI എക്സാംസിന് വേണ്ടി മാത്രമല്ല, ഒരേ പാറ്റേണിലുള്ള അതേപോലെ ഒരേ സിലബസ് ഓൾമോസ്റ്റ് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന എക്സാംസ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ SSC, റെയിൽവേ, അതുപോലെ ബാങ്ക് എക്സാംസ് ആൻഡ് ഈ എക്സാംസിന് അതേ പാറ്റേണിൽ നടക്കുന്ന വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം IB ആയാലും ISRO, DRDO, എയർപോർട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സാംസ് വേറെ ഉണ്ട്, എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ എക്സാംസ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെയും എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ എക്സാംസിനും കൂടിയൊക്കെ ചേർത്ത് നിങ്ങൾ ഒരു വർഷം കുറച്ച് അധികം സമയം എടുത്ത് ഒരു വർഷം കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജും എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ലൈക്ക് ഇപ്പം നമ്മുടെ SSC ബാങ്ക് കൂടി എടുക്കുമ്പോൾ അവിടെ എക്സ്ട്രാ വരുന്ന ചില ടോപ്പിക്സ് ആണ്. SSCയിൽ സെപ്പറേറ്റ് ആണ്, ബാങ്കിന് സെപ്പറേറ്റ് ആണ്, ഒരുപാടൊന്നും കാണത്തില്ല, കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സും ഒരേപോലെ വരുന്ന ടോപ്പിക്സും ഒക്കെ തന്നെ മനസ്സിലാക്കി അതൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അതേപോലെ മോക്ക് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ, ഒരു അത്യാവശ്യം സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യാം. ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, ലൈക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് 77361221 77361221. ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോംസിൻ്റെ. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലെ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതുപോലെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം, അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു RBISൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റിലേക്ക് പോകാൻ നോക്കുക. ആൻഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഈ വർഷം വിളിക്കുകയോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമ്മുടെ SBI ക്ലർക്കിൻ്റെ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് കൺസ്റ്റൻ്റ് ആയിട്ട് നിന്നവരൊക്കെ ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ എക്സാംസിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും RBISൻ്റെ എക്സാംസ് ഉറപ്പായിട്ടും വിളിക്കും, ഒരു ഡൗട്ടും ഇല്ല. ഈ വട്ടം വേക്കൻസിയും കൂടുതലായിരിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് ടാർഗറ്റ് സ്കോറൊക്കെ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്കോർ റീച്ച് ചെയ്യുന്ന വരെ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ നോട്ടിഫിക്കേഷൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്